ഹാപ്പിനെസ് വീഡിയോയിലേക്ക് സ്വാഗതം. കുട്ടിയുടെ കഥ കണ്ട് തുടരുകയാണ്. ഇന്നലെ ഇവിടെ മഴയായതുകൊണ്ട് ഇന്നലെ ഫുള്ള് മഴയായിരുന്നല്ലോ. അപ്പോൾ രാത്രി ആയാലും ജീനൂട്ടിക്ക് തണുത്തു. അന്നേരം ഞാൻ ഉടുപ്പിട്ട് കൊടുത്തതാണ്. അങ്ങനെ ഞങ്ങൾ പുതിയ വീട്ടിൽ പോയി അവിടെ താമസം തുടങ്ങി. അവിടെ ആ ഉടമസ്ഥയ്ക്ക് ഭയങ്കര കുശുമ്പും അസൂയയും എന്തൊക്കെ ആയിരുന്നു. കാരണം അവർ മിങ്കിൾ ചെയ്യുന്നവരോട് നമ്മൾ മിങ്കിൾ ചെയ്യരുത് എന്നൊക്കെ ഉള്ള ഒരേ ഒരു നിർബന്ധം. അങ്ങനെ നമ്മളവരെ ശത്രുക്കളാരോടെങ്കിലും നമ്മൾ മിങ്കിൾ ചെയ്താൽ പ്രശ്നം അങ്ങനെയൊക്കെ ആയി. അങ്ങനെ ജനിമോളെ കുറച്ച് ചുമ്മാ ആരോപണം പറയാം, കുറയ്ക്കുന്ന അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഞാൻ ജനിമോളോട് കളിക്കുന്നതാണ് ശരിക്കും. വൈകുന്നേരം ഡർസ് കൊണ്ടുപോയിട്ട് അവളോട് സംസാരിക്കും, അവൾ എന്നോട് സംസാരിക്കും. അങ്ങനെയൊക്കെ രാത്രിയൊന്നും അവളെ കൊണ്ട് ഒരു പ്രശ്നവുമില്ല. സാധാരണ നമ്മൾ മനുഷ്യർ കിടന്നുറങ്ങുന്ന പോലെ തന്നെ അവളും കിടന്നുറങ്ങുക, രാവിലെ നിൽക്കും, അത്ര തന്നെ. അങ്ങനെ ഇവൾക്ക് ജന്മക്ക് ഒരു 2-3 ദിവസം വയ്യാണ്ടായവൾ ഒരു 4 മണി 5 മണി ആകുമ്പോഴേക്ക് എന്നെ വിളിച്ചു എന്നെ കാണണം. അങ്ങനെ വിളിക്കും. അങ്ങനെ വിളിക്കാറുണ്ട്. അങ്ങനെ ഒരു പ്രത്യേക സ്നേഹപ്രകടനമുള്ള ഒരു സൗണ്ട് ഉണ്ടാക്കിയിട്ടാണ് വിളിക്കുന്നത്. എന്നാൽ ഒരു ദിവസം ഞാൻ എണീറ്റ് അവിടെ എന്നെ ഉടമസ്ഥ വിളിച്ച് കണ്ട്, ഫോണിൽ വിളിച്ച് കണ്ട്, എന്ത് പട്ടി ഭയങ്കര കുറയാണല്ലോ, ഇവിടെ ആർക്കും കിടന്നുറങ്ങണ്ടേ, ഇങ്ങനെയെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അന്നങ്ങനെ കഴിഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു നോക്കെന്തോ വയ്യാണ്ടായിട്ടാണ് കുറച്ചൊന്ന്, എനിക്ക് പിന്നെ ഡോക്ടറെ കൊണ്ടുവച്ച് കാണിക്കണം എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഞാനെന്ത് ചെയ്ത് ഡോക്ടറെ കൊണ്ടുവച്ച് കാണിക്കുകയൊക്കെ ചെയ്ത്. അങ്ങനെ പിറ്റേന്ന് 2 ദിവസം അവളിങ്ങനെ വയ്യാണ്ടായിട്ട് അവൾ കുറച്ചെന്ന് പറഞ്ഞാൽ അങ്ങനത്തെ കുറയല്ല ഇങ്ങനെ. അപ്പോൾ ഞാൻ പറഞ്ഞ് പിന്നെ അവൾ കുറച്ചതൊന്നുമല്ല, അവളിങ്ങനെ സ്നേഹപ്രകടനം കാണിക്കുന്നതാണ്, ചുമ്മാ അവളെ മേലെ ആരോപണം പറയരുതെന്ന് പറഞ്ഞു. അങ്ങനെ പിന്നെ നമ്മൾ വിചാരിച്ച് അവിടെ നിന്ന് വീട് മാറാം, നമുക്ക് മനസ്സമാധാനമില്ലാണ്ട് വീട് മാറാം. അങ്ങനെ കുറച്ച് വീടൊക്കെ നോക്കിക്കൊണ്ടിരിക്കുമ്പോഴാണ്, ഞാൻ ബ്യൂട്ടീഷ്യനാണ്, ഒരുപാട് വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ള ഒരു ബ്യൂട്ടീഷ്യനാണ്. ഞാൻ ഗൾഫിലൊക്കെ വർക്ക് ചെയ്ത ഒരു ബ്യൂട്ടീഷ്യനാണ്. അപ്പോൾ എനിക്ക് വീണ്ടും ഞാൻ ജോലി ചെയ്ത പഴയ മാഡത്തിൻ്റെ അടുത്തേക്ക് ഓഫർ വന്നു. അങ്ങനെ ഇവളെ പിരിഞ്ഞു പോകാനും നമുക്ക് താല്പര്യമില്ല. അങ്ങനെ ഏതായാലും ഈ വീടിൻ്റെ അവസ്ഥയും ഈ പ്രശ്നമൊക്കെ പറഞ്ഞുതരാൻ ഞാൻ വിചാരിച്ചു, എങ്കിൽ പോവാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഒരു മാർച്ചിൽ 2-3 മാസമായും കൊണ്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്, അവരിങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ആദ്യം പോകുന്നില്ലൊക്കെ തീരുമാനിച്ചു. പിന്നെ ഈ ഗൾഫുകാരെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, നമ്മളെ കൊണ്ട് ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്യിച്ച് ഓവർ ടൈമൊക്കെ ചെയ്യിച്ച് സാലറി പെൻഡിങ് ആക്കിയിട്ട് സാലറി തരാണ്ടൊക്കെയാണ് ഇവരെ പരിപാടി. അപ്പം ഞാനാണെങ്കിൽ ഒരുപാട് വർഷം എക്സ്പീരിയൻസ് ഉള്ള ബ്യൂട്ടീഷ്യനാണല്ലോ. അപ്പോൾ എന്നെ അവർക്ക് വേണം, അതായത് അവർ സ്ഥാപനം നോക്കി നടത്താനല്ല എന്നെ വേണം. ഞാൻ അവിടെ പോയ എന്നെ തന്നെയാണ് എല്ലാം ഇൻചാർജ് ഏൽപ്പിക്കുന്നത്. അങ്ങനെ ഞാൻ പോകാൻ തീരുമാനിച്ചാൽ പിന്നെ എനിക്ക് ഇവളെ വിട്ടുപിരിയുന്നതൊക്കെ ഭയങ്കര വിഷമമുള്ള കാര്യമാണല്ലോ. ഒരു കാരണവശാലും ഇവളെ പിരിയാന്ന് പറഞ്ഞ് എനിക്ക് ആലോചിക്കാൻ കൂടെ പറ്റൂല. പിന്നെ ഒരുപാട് ഡോഗ്സിന് ഞാൻ ആ ഏരിയയിലുള്ള ഒരുപാട് ഡോഗ്സിന് ഞാൻ ഉച്ചയ്ക്ക് ഫുഡ് കൊണ്ട് കൊടുക്കുകയും അങ്ങനെയെല്ലാം ചെയ്യും. ഞാൻ ഇന്നൊരു മൃഗസ്നേഹിയാണ്. അപ്പോൾ ഇവിടെയുള്ള ഈ സ്വാതന്ത്ര്യം ഇതൊന്നും നമുക്ക് എന്തായാലും വിദേശത്ത് പോയാൽ കിട്ടത്തില്ലല്ലോ. അങ്ങനെ എന്തെന്നെ ആയാലും ഞാൻ പോകാൻ തീരുമാനിച്ചു. പക്ഷേ എല്ലാവരും നാടൻ ബ്രീഡാണ്, നാടൻ ഡോഗാണ്, നമ്മളാവശ്യം കഴിഞ്ഞാലോ അല്ലെങ്കിൽ നമുക്ക് വേണ്ടെങ്കിലോ
ഇവരെ കൊണ്ടുവച്ച് കളയുക ചെയ്യുക. പക്ഷേ എൻ്റെ ജനീനെ പിരിഞ്ഞിട്ട് ഞങ്ങൾക്ക് ഒരു ജീവിതവും ഇല്ല. അങ്ങനെ ജനീനെ സെക്യൂറാക്കണമല്ലോ ആദ്യം. അങ്ങനെ ജനീനെ സെക്യൂറാക്കാനുള്ള പരിപാടി നോക്കിക്കൊണ്ടിരുന്നു. അങ്ങനെ ഞാൻ ഒരുപാട് ആളോട് ഞാൻ ചോദിച്ചു, നിങ്ങളൊന്ന് ഏറ്റെടുക്കുമോ, ജനീനെ നോക്കുമോ, നിങ്ങൾക്ക് എൻ്റെ എക്സ്പെൻസ് വേണമെങ്കിലും ഞാൻ തരാം, അറിയുന്ന ആൾക്കാരോട് ഒക്കെ ചോദിച്ചു. പക്ഷെ എല്ലാവരും കൈ ഒഴിഞ്ഞു. അങ്ങനെ ഞാൻ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കി ഈ ഡോഗ്സിനെ കെയർ ചെയ്യുന്ന സ്ഥലം ഉണ്ടോയെന്ന്. അങ്ങനെ ഒരു സ്ഥലം കണ്ടുപിടിച്ചു ഗൈസ്. ബാക്കി ഭാഗം അടുത്ത വീഡിയോയിൽ പറയാം. ഓക്കെ, വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്കും ഷെയറും ചെയ്യണം, സബ്സ്ക്രൈബും ചെയ്യണം, കമൻറ്റ് ചെയ്യണം.